എഗരൂർ ഉണ്ണിക്കുളം സ്വദേശി വിവേകിന്റെ ഭാര്യ അശ്വതിയും ഗർഭസ്ഥ കുഞ്ഞുമാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. അശ്വതിയെ ഉള്ളേരിയിലെ മലബാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രസവത്തിനായി പ്രവേശിപ്പിച്ചത്. ചികിത്സാ പിഴവാണ് മരണകാരണമെന്നാരോപിച്ച കുടുംബം ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ഗുരുതര വീഴ്ചകളുണ്ടായതായും കുറ്റപ്പെടുത്തുന്നു. ആദ്യം സിസേറിയൻ നടത്താമെന്നറിയിച്ച ആശുപത്രി അധികൃതർ പിന്നീട് അതിന് തയ്യാറായില്ലെന്നും സ്ഥിരം കാണിച്ചിരുന്ന ഡോക്ടർ ആശുപത്രി ഇല്ലാതിരിക്കെ ഉണ്ടെന്ന് കള്ളം പറഞ്ഞെന്നുമാണ് ബന്ധുക്കൾ പറയുന്നത്. ഓണാഘോഷങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലും നമ്മളെല്ലാം വിഷമിപ്പിക്കുന്ന ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് നമുക്കിപ്പോൾ ന്യൂസ് ചാനലുകളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. അതായത് വേറൊന്നുമല്ല, കോഴിക്കോട് ഒരു അമ്മയും കുഞ്ഞും മരിച്ചു. അതായത് പ്രസവത്തെ തുടർന്ന് അമ്മയും കുഞ്ഞും മരിച്ചു എന്നുള്ളൊരു വാർത്തയാണ് നമ്മുടെ മാധ്യമങ്ങളിലൂടെ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതും. അപ്പം അങ്ങനെ ആ ഒരു വാർത്തയുടെ വിശദാംശങ്ങൾ നോക്കിയപ്പോഴത്തേക്കിനാണ് ഭയങ്കരമായിട്ട് നമുക്ക് കേട്ടാൽ ചങ്ക് പൊട്ടിപ്പോകുന്ന പോലത്തെ രീതിയിലുള്ള ഒരു സംഭവമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതായത് പ്രസവത്തിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നു. അങ്ങനെ 2 ദിവസത്തിനുള്ളിൽ വേദന വന്നില്ല എന്നുണ്ടെങ്കിൽ മരുന്ന് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർമാർ ഇവരുടെ അടുത്ത് പറയുന്നു. അങ്ങനെ 2 ദിവസം കിടന്നിട്ട് വേദനയൊന്നും വന്നില്ല. അങ്ങനെ മരുന്ന് കൊടുക്കുന്നു. പ്രസവത്തിന് വേദന വരാനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. അതങ്ങനെ കൊടുത്തിട്ടും വലിയ വേദനയൊന്നും വന്നില്ല. പിന്നീട് വേദന വരുന്നു. അങ്ങനെ വേദന വന്ന് ഈ ഒരു പെൺകുട്ടിയുടെ കൂടെ പ്രസവത്തിനുണ്ടായിരുന്ന ബാക്കിയുള്ള 3 ഗർഭിണികളെയും സിസേറിയന് വേണ്ടി കൊണ്ടുപോകുന്നു. അവരെല്ലാം സിസേറിയൻ ചെയ്ത് പ്രസവിച്ചു. പക്ഷെ ഈ ഒരു പെൺകുട്ടിക്ക് മാത്രം ഇവര് സിസേറിയൻ ചെയ്തില്ല. കാരണം ഇവർ എന്നിട്ട് പറഞ്ഞു വേദന വരുന്നുണ്ട്, അതുപോലെ തന്നെ ഗർഭപാത്രം വികസിക്കുന്നുണ്ട്, കുഞ്ഞ് പ്രസവിക്കാറായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവർ പുറത്ത് നിൽക്കുന്ന ഹസ്ബൻഡിന്റെ അടുത്താണെങ്കിലും അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ ബന്ധുക്കാരുടെ അടുത്താണെങ്കിലും ഒക്കെ ഈ ഡോക്ടർമാർ പറയുന്നത് ഇങ്ങനെയാണ്, പ്രസവവേദനയൊക്കെ വന്നിട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ ഒന്ന് കാണാൻ പോലും അനുവദിക്കുന്നില്ല. അങ്ങനെ ഈ പെൺകുട്ടി അവിടെ രാവിലെ 8 മണി മുതൽ രാത്രി വെളുപ്പിന് 3 വരെ ആയപ്പോഴത്തേക്കിനും ഈ പെൺകുട്ടി അത്രയും സമയമായിട്ടും പ്രസവിച്ചിട്ടില്ല. അപ്പൊ അത്രയും ഗ്യാപ്പ് വന്നപ്പോഴത്തേക്കും ആ പെൺകുട്ടി പറഞ്ഞു എന്നെ സിസേറിയൻ ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷെ ഡോക്ടർമാർ അത് വകവെച്ചില്ല. ഒന്നാമത്തെ കാര്യം നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മൾ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഏത് ഡോക്ടറെയാണോ കാണിക്കുന്നത് ആ ഡോക്ടർ ഒരു പക്ഷെ പ്രസവ സമയത്ത് അല്ലെങ്കിൽ സിസേറിയൻ സമയത്ത് അവിടെ ഉണ്ടാകണമെന്നില്ല. അത് ഈ ഒരു ഹോസ്പിറ്റലിൽ മിക്ക ഹോസ്പിറ്റലിലും ഉണ്ടാകുന്ന ഒരു മെയിൻ കാരണമാണ്. കാരണം നമ്മൾ ഈ പ്രഗ്നന്റ് ആവുമ്പോൾ മുതൽ നമ്മൾ സ്ഥിരമായിട്ട് കാണിക്കുന്ന ഡോക്ടർ ഉണ്ടാവും. ആ ഡോക്ടർ ഒരുപക്ഷെ നമ്മൾ പ്രസവ സമയത്തൊന്നും ആ പരിസരത്ത് പോലും ഉണ്ടാവില്ല. അതേപോലെ തന്നെ അന്നേരം ഡ്യൂട്ടിയിലുള്ള ഡോക്ടറായിട്ട് നമ്മുടെ പ്രസവവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ, ഈ മെഡിക്കൽ കോളേജിലൊക്കെ. അപ്പൊ അങ്ങനെ ഈ ഒരു പെൺകുട്ടിക്കും വേദന വന്നു, പക്ഷെ പ്രസവിക്കുന്നില്ല. അങ്ങനെ വെളുപ്പിന് 3:30 ആയപ്പോഴത്തേക്ക് ഈ പെൺകുട്ടിയെ പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ICUലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഇവരുടെ ഭർത്താവിന്റെ അടുത്തും ബന്ധുക്കളുടെ അടുത്തും പറയുകയാണ് പെട്ടെന്ന് സിസേറിയൻ ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ ICUയിൽ കൊണ്ടുപോയി. സിസേറിയൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ സിസേറിയൻ എന്തോ ഗർഭപാത്രം പൊട്ടിപ്പോയി. ഒന്ന് ആലോചിച്ച് നോക്കണം. ആ ഒരു പെൺകുട്ടിക്ക് നേരത്തെ വേദന വരികയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ എന്നിട്ടും പ്രസവിക്കാതെ വന്നപ്പോൾ ഇവര് സിസേറിയൻ ചെയ്തിരുന്നെങ്കിൽ ആ ഒരു കുഞ്ഞിന്റെ ജീവനും അതുപോലെ തന്നെ ആ ഒരു പെൺകുട്ടിയുടെ ജീവനും നഷ്ടപ്പെടില്ലായിരുന്നു. അപ്പൊ ഇവര് ഡോക്ടർമാര് ഇവരുടെ ഭാഗത്ത്, ഇപ്പോൾ ഉള്ള ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നെല്ലാം നല്ല രീതിയിലുള്ള പിഴവുകൾ സംഭവിക്കുന്നുണ്ട്. കാരണം ഇതിപ്പോ 1-2 പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിനു മുന്നേയും പല രീതിയിലും നമ്മളെല്ലാവരും പല സ്ഥലങ്ങളിലും ഡോക്ടറുടെ അനാസ്ഥ മൂലം മരിച്ച കുഞ്ഞുങ്ങളും, അതായത് പ്രസവത്തോട് മരിക്കുന്ന കുഞ്ഞുങ്ങളും അമ്മമാരും ഒക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് വാർത്തകൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഒരു വാർത്തയും. അങ്ങനെ ഈ ഒരു പെൺകുട്ടിയുടെ ഗർഭപാത്രം പൊട്ടി ആ കുഞ്ഞു മരിക്കുന്നു. അങ്ങനെ ഈ ഇവര് പെട്ടെന്ന് സിസേറിയൻ ചെയ്യാൻ ICUയിൽ കയറ്റുന്നു. പെട്ടെന്ന് തന്നെ ഒരു 3:30 ആയപ്പോഴത്തേക്ക് ഇവര് ഡോക്ടർ പുറത്ത് വന്നിട്ട് ഈ ഹസ്ബൻഡിനോട് പറയുകയാണ് കുഞ്ഞു മരിച്ചുപോയി. ഒരു ദയവും ഇല്ലാതെ ആ ഭർത്താവിന്റെ മുഖത്ത് നോക്കി ആ ഡോക്ടർ പറഞ്ഞാണ് കുഞ്ഞു മരിച്ചുപോയി, പിന്നെ പെട്ടെന്ന് ഇവരുടെ അമ്മയുടെ ജീവൻ രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഗർഭപാത്രം റിമൂവ് ചെയ്യണം, അപ്പൊ നിങ്ങൾ പെട്ടെന്ന് തന്നെ സൈൻ ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ട് ഈ ഭർത്താവിന്റെ അടുത്ത് പറയുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അവര് കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ടും എല്ലാം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ആ ഒരു അച്ഛന്റെ അടുത്ത് ഡോക്ടർ വന്നിട്ട് പറയുന്ന വാക്കാണ് കുഞ്ഞു മരിച്ചുപോയി, ഇനി നിങ്ങളുടെ ഭാര്യയെ രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി ഒപ്പിട്ട് തരണം, കാരണം ഗർഭപാത്രം റിമൂവ് ചെയ്യണം, ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഈ ഡോക്ടേഴ്സിന്റെ ഭാഗത്തു നിന്നും ഉള്ള ഒരു അനാസ്ഥ മൂലമാണ് ഈ ഒരു മരണം സംഭവിച്ചിരിക്കുന്നതെന്നാണ് ഈ കുട്ടിയുടെ കുടുംബക്കാരും ഭർത്താവും പറയുന്നത്. അങ്ങനെ ഈ ഒരു കുഞ്ഞു മരിച്ചു. അങ്ങനെ ഈ സ്ത്രീക്ക് പിന്നെ ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. അങ്ങനെ ഇവര് പെട്ടെന്ന് ICUയിലേക്ക് വെന്റിലേറ്ററിലേക്ക് മാറ്റുന്നു. അങ്ങനെ ഇവരെ എന്നിട്ട് ഇവര് ഇടയ്ക്ക് ഈ ഹസ്ബൻഡിനെ കാണിക്കുന്നൊന്നുമില്ല. അതിനിടയ്ക്ക് ഈ ഒരു പെൺകുട്ടിയുടെ ചേച്ചിയോ മറ്റോ ICUയിൽ കയറി ഈ പെൺകുട്ടിയെ കണ്ടപ്പോഴത്തേക്കും കണ്ണൊക്കെ മിഴിച്ച് ഈ പെൺകുട്ടിയുടെ ദേഹം എല്ലാം വീർത്ത് നീല കളറിലായിരുന്നു. കാരണം ആ കുട്ടി നേരത്തെ മരിച്ചിരുന്നു. എന്നിട്ട് ഈ ഡോക്ടേഴ്സും അതുപോലെ തന്നെ ആശുപത്രിയിലെ ജീവനക്കാരും ഇത് ഒളിച്ചു വെച്ചു. എന്നിട്ട് വെന്റിലേറ്ററിലിട്ട് കൃത്രിമ ശ്വാസം കൊടുത്ത് ആ ഒരു പെൺകുട്ടി ജീവനോടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വീട്ടുകാരെയും ഹസ്ബൻഡിനെയും പറഞ്ഞ് അവര് പറ്റിച്ചു. കാരണം
ഇവരുടെ ഭാഗത്തു നിന്ന് എന്തോ പിഴവ് സംഭവിച്ചിട്ടാണ് ആ ഒരു കുഞ്ഞു മരിച്ചതും അതുപോലെ തന്നെ ആ ഒരു സ്ത്രീ മരിച്ചതും. എന്നിട്ട് അവരത് ഒളിച്ചു വെച്ചു. പക്ഷേ ആ ഒരു ഭർത്താവും ബന്ധുക്കാരും ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് അവർ കേസ് കൊടുക്കുകയും അങ്ങനെ ഇപ്പൊ സത്യം പറഞ്ഞ ഒരു നരഹത്യ തന്നെയാണ് നടന്നിരിക്കുന്നത്. കാരണം ആ ഒരു കുഞ്ഞും മരിച്ചു, ആ ഒരു അമ്മയും അതിക്രൂരമായിട്ട്. അത് ഇവരുടെ ഡോക്ടേഴ്സിന്റെ കയ്യിൽ നിന്ന് വന്ന അനാസ്ഥ തന്നെയാണ്. ഒന്നാമത്തെ കാര്യം ഡോക്ടേഴ്സ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നന്റ് ആയി തുടക്ക മാസം മുതൽ അവസാന മാസം വരെ ഈ പ്രസവം നടത്തുന്നതും ഈ ഡോക്ടേഴ്സ് തന്നെയായിരിക്കണം. അല്ലാതെ ഒരു കാരണവശാലും ഡ്യൂട്ടിയിൽ അന്നേരമുള്ള ഡോക്ടേഴ്സിനെ കൊണ്ട് സിസേറിയൻ ചെയ്യിപ്പിക്കുകയോ അല്ലെങ്കിൽ പ്രസവം എടുപ്പിക്കുകയോ ചെയ്യരുത്. നമ്മളൊക്കെ ഈ ഒരു രീതിയിൽ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത്. എനിക്ക് ആദ്യത്തത് നോർമൽ ഡെലിവറി ആയിരുന്നു, രണ്ടാമത്തത് സിസേറിയൻ ആയിരുന്നു. അപ്പൊ ആദ്യത്തത് എന്താ പറയാ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലായിരുന്നു. അപ്പോൾ നമുക്ക് വേദന വന്നാലും അവർ കുറേ നമ്മളെ ഇട്ടുകൊണ്ട് എന്തൊക്കെ വന്നാലും നോർമൽ ഡെലിവറി തന്നെയാണ് നമുക്ക് ഏറ്റവും നല്ലത്. പക്ഷെ എനിക്കൊക്കെ ഒരുപാട് രാവിലെ കയറിയിട്ട് വെളുപ്പിനെ 5:30-ക്കൊക്കെയാണ് പ്രസവിച്ചത്. അത്രത്തോളം വേദന അനുഭവിച്ച് നമ്മളങ്ങനെ കിടന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആ ഒരു സമയത്ത് ഒരു പെണ്ണ് സഹിക്കുന്ന വേദന എത്രത്തോളം ആണെന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയും. അപ്പൊ എന്തായാലും ആ ഒരു കുഞ്ഞിന്റെ ജീവനവും നഷ്ടപ്പെട്ടു. എന്നാൽ ആ ഒരു അമ്മയുടെ ജീവനെങ്കിലും ആ ഡോക്ടേഴ്സിന് അവർക്ക് അത് ആ കുടുംബത്തിന് കൊടുക്കാമായിരുന്നു. പക്ഷെ അതും അവരെ കൊണ്ട് നടന്നില്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ആശുപത്രിയിലെ ഡോക്ടേഴ്സിന്റെ അനാസ്ഥ കൊണ്ട് മാത്രമാണെന്നാണ് ആ ഒരു കുടുംബവും അതുപോലെ തന്നെ ആ സ്ത്രീയുടെ ഭർത്താവും പറയുന്നത്. അപ്പൊ അയാള് എന്താ പറയാ, അയാളുടെ ആ ഒരു അവസ്ഥ കാണുമ്പോൾ നമുക്ക് സഹിക്കാൻ കഴിയില്ല. കാരണം ഒന്ന് ആലോചിച്ച് നോക്കണം, സ്വന്തം ഭാര്യ ഗർഭിണിയാവുന്നു, അവർ കുഞ്ഞിന് വേണ്ടിയിട്ട് ഭാര്യയും ഭർത്താവും കുടുംബക്കാരെല്ലാരും കാത്തിരിക്കുന്നു. അങ്ങനെ സ്വപ്നങ്ങൾ എന്താ പറയാ, അവർ ആ ഒരു നിമിഷത്തിന് വേണ്ടി ആ കുഞ്ഞിനെ കയ്യിലേക്ക് കിട്ടുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. അങ്ങനെ അവർക്ക് അറിയാൻ കഴിയുന്നത് അവരുടെ കുഞ്ഞ് മരിച്ചു എന്നുള്ളൊരു വാർത്ത, അതിന് പിന്നാലെ ആ ഒരു അമ്മയും മരിച്ചു എന്നുള്ള ഒരു വാർത്ത. ഒന്ന് ആലോചിച്ച് നോക്കുക, എങ്ങനെ സഹിക്കും ആ ഒരു ഭർത്താവും ആ ഒരു കുടുംബവും. അപ്പൊ എന്തായാലും ഈ ഒരു സംഭവത്തില് ഈ പോലീസുകാർക്ക് അതായത് ഡോക്ടേഴ്സിനെതിരെ കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇന്ന് ആ ഒരു പെൺകുട്ടിയുടെ മൃതദേഹമൊക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ എന്തായാലും ഈ ഡോക്ടേഴ്സ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അവർക്ക് കിട്ടുക തന്നെ വേണം. കാരണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവൻ രക്ഷിക്കാനുള്ള കടമ എന്ന് പറയുന്നത് ഡോക്ടേഴ്സിനാണ്. അപ്പോൾ നമ്മൾ എന്ത് വിശ്വാസത്തിൽ ഇപ്പോൾ ഓരോ ആശുപത്രിയിലേക്ക് ചെല്ലും. കാരണം ഡോക്ടേഴ്സിന്റെ കയ്യിൽ നിന്ന് തന്നെ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ പറ്റി ഒരുപാട് രോഗികൾ മരിക്കുന്നു, ജനിച്ച ഉടനെ കുഞ്ഞുങ്ങൾ മരിക്കുന്നു, അമ്മമാര് മരിക്കുന്നു. അങ്ങനെ ഒരുപാട് വാർത്തകൾ നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു സംഭവത്തിന് ഇനിയെങ്കിലും ഒരു നിയമ നടപടി ഉണ്ടാവണം. കാരണം ഇനി ഒരിക്കലും ഒരു ഡോക്ടേഴ്സിന്റെ അല്ലെങ്കിൽ ഒരു ആശുപത്രിയിലെ അനാസ്ഥ മൂലം ആർക്കും ജീവൻ നഷ്ടപ്പെടരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഇതൊക്കെ പറയാനേ പറ്റുള്ളൂ. കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായാലും നിയമങ്ങളെല്ലാം നിയമത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ നഷ്ടപ്പെട്ടത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു കുടുംബത്തിനും ആ ഒരു ഭർത്താവിനും ആ ഒരു കുഞ്ഞിനെയും ആ ഒരു ഭാര്യയും നഷ്ടപ്പെട്ടു. അല്ലാതെ ആർക്കാണ് നഷ്ടം? ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ എന്തായാലും ഇതിൽ തെറ്റ് ചെയ്തിട്ടുള്ള ഡോക്ടേഴ്സിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അനാസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഡോക്ടേഴ്സിനെതിരെ തക്കതായ ശിക്ഷ കിട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതൊന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്.